ചാനൽ ഇന്ന് നമ്മൾ പിന്നെയും മൈൻക്രാഫ്റ്റാണ് കളിക്കാൻ പോകുന്നത് ഗൈസ്. കുറേ കാലത്തിന് ശേഷം വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ നമുക്ക് പിന്നെയും തുടരാം. സർവൈവൽ സീരീസ് എപ്പിസോഡ് 1 ആണിത്. ഈ എപ്പിസോഡ് 1 തന്നെ നമുക്ക് ഒരു ഗോളുണ്ട്. എന്താണെന്ന് വെച്ചാൽ അയറൻ്റെ ആർമർ ഉണ്ടാക്കണം, പിന്നെ ഒരു വില്ലേജും കണ്ടുപിടിക്കണം. ഓക്കെ, തിരിയാൻ പോവാം. ഒന്ന് ചാടിയ ഉറപ്പാ ചാവും. ഇങ്ങനെ മെല്ലെ ഇറങ്ങി പോവാം. കിട്ടേണ്ടി കിട്ടി. അവിടെ ഷുഗർ കെയിന് നമുക്ക് എൻചാൻറ്റിങ് ടേബിളൊക്കെ ഉണ്ടാക്കാൻ ഷുഗർ ബുക്ക് വേണം. വില്ലേജോ ഗൈസ്? എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. ഞാൻ വരുന്നുണ്ട്, എനിക്ക് വില്ലേജൊക്കെ സത്യോ ഞാനൊരു സീഡില്ല. നോർമൽ സീഡാ കണ്ടോ, നോർമൽ സീഡാ ഈടെ അതുകൊണ്ടാവില്ല സീഡ്. അതുകൊണ്ടോ നോർമൽ സീഡാ. എനിക്കും എന്താ ഇങ്ങനെ ലക്കിയാണ് ഞാൻ. പക്ഷേ മൈൻക്രാഫ്റ്റിൽ മാത്രമേ കേട്ടോ, യൂട്യൂബിലെന്ത് ലൈക്കില്ല. എന്താണെന്ന് വെച്ചാൽ ആരും ലൈക്കും ചെയ്യില്ല, സബ്സ്ക്രൈബും ചെയ്യില്ല. എന്ത് ചെയ്യാനാ? നിങ്ങൾക്ക് ഇനിയും ഇങ്ങനത്തെ വീഡിയോ ഒക്കെ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇവിടെ 2 ലെക്ചറുണ്ട്. ഇപ്പോൾ 2 ലൈബ്രറി നമ്മൾ റിട്ടേൺ പോയിന്റ് ഇവിടെ സെറ്റ് ചെയ്ത് നമുക്ക് ഈ ഷുഗർ കെയിൻ പോയി പ്ലാന്റ് ചെയ്യട്ടെ. ആ വെള്ളത്തിൽ നിർത്തും അല്ലേ. അത് കുറച്ച് എങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് ഫുഡ് ബ്ലാക്ക് സ്മിത്ത് 1 2 ബ്ലാക്ക് സ്മിത്ത് കിട്ടി കിട്ടോ. 3 സത്യം പറയാം, അത് ഞാൻ ഒരു സീഡ് ഇട്ടല്ല. 2 ബ്ലാക്ക് സ്മിത്ത് എന്തെങ്കിലും കിട്ടിയാൽ മതി. അതിനെ നമുക്കെന്നാ പിന്നെ 2 ഡയമണ്ട് കൂടി കണ്ടിച്ചാൽ മതി. അയറൻ്റെ ആർമറൊക്കെ ഫുള്ളായിട്ടോ. അയറൻ്റെ ആർമർ അതിന് ഗോള്. അയറൻ്റെ ആർമറായി. ചെസ്റ്റ് പ്ലേറ്റ് ഹെൽമെറ്റ് കൂടെ വേണം, 4 ആയില്ലേ. അയറൻ്റെ ആർമർ കേൾക്കാം. ഇനി അപ്പുറത്തൊന്നും എനിക്ക് അയറൻ കിട്ടുമ്പോൾ ഹെൽമെറ്റും ഉണ്ടാക്കും, ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കും. അങ്ങനെ എൻ്റെ അയറൻ ആർമർ ഫുള്ളാവും. അപ്പോൾ ഈ ഗോൾ എനിക്ക് വന്ന ഈ വീഡിയോ കുറച്ച് ഈ ലെഗിങ്സും ബൂട്ടും ആട്ടി. പക്ഷേ ഈ സെയിം ലൂട്ട് തന്നെ. ഇങ്ങോട്ടും കിട്ടി കയറുണ്ട്, പക്ഷെ ഓക്സിജൻ ഗോൾഡും കിട്ടിയില്ല. ഫുഡ് കിട്ടി 11 സാപ്ലിങ്. എന്തിനാണൊക്കെ എന്തായാലും ഓക്കെ. ആയിരം ഗോളം കുഴിച്ചിയാലും വേണ്ട. നമുക്ക് ഫസ്റ്റ് മൈൻക്രാഫ്റ്റിൽ വന്നെന്താ മരം കുത്തി പൊളിക്കാം. അത് അങ്ങോട്ട് കയറി വന്ന് എന്താ ചെയ്യാം. കോയിനെ വെറുതെ വിടില്ലല്ലേ, അങ്ങനെ കാര്യങ്ങൾ ചിന്തിക്കുന്നത്. കോയിനെ വെറുതെ വിട്ട് പോരെ. നമുക്ക് ആ കാട്ടുപോയി മരം വെട്ടി വരാം. അതൊക്കെ പുതിയ അപ്ഡേറ്റ് കാണാൻ തോന്നും. എന്താ വില്ലേജ് ഒരു കാട്ടിന് വരുന്നത്? കാട്ടുപണി കാട്ടിന്നൊക്കെ ചാടി ഡേ 1 ആകുമ്പോഴേക്ക് അയറൻ്റെ ആർമർ ഫുള്ളായിരിക്കും. ഡേ 1 ആകുമ്പോഴേക്ക് അയറൻ്റെ ആർമർ ഫുള്ളായിരിക്കും. കുറേ സമയം എടുക്കും ഈ വില്ലേജ് കഴിക്കാൻ പോകുന്നു. ഏതോ പ്രേതമുണ്ടോവുക ഇവിടെ പോയി. ആടെ വോളുഫുണ്ട്, വില്ലേജ് ഉണ്ട്. എന്നെ കളിപ്പിക്കാം. അടുത്തോട് കൂടെ ഇങ്ങനെ ഓടി കളിച്ച് ഞാൻ കൊന്നല്ലേ. വേണ്ട, അപ്പം നമുക്ക് അങ്ങനെ വുഡും കിട്ടി, എല്ലാം കിട്ടി. നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിളും കുറച്ച് ഒരു പിക്കാക്സ് ഉണ്ടാക്കി. എന്നിട്ട് പിക്കാക്സ് ഉണ്ടാക്കി
നമുക്ക് സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കാം. എന്നിട്ട് അയറൺ പിന്നെ മൈൻ ചെയ്യാൻ പോവാം. അയറൺ മൈൻ ചെയ്യണം ഉണ്ട്. ചെസ്റ്റ് പ്ലേറ്റ് എനിക്ക് ഉണ്ടാക്കാനാവും, അല്ലെങ്കിൽ ഹെൽമെറ്റ് ആയിക്കൊണ്ട് എന്തായാലും കുറച്ച് അയറൺ മൈൻ ചെയ്യണം. വേണമെങ്കിൽ നമുക്ക് ഇതിൽ ഫസ്റ്റ് അയറൺ ആർമർ കിട്ടിയതും കൊണ്ട് മൂന്നാമത്തെ ഒരു ഗോളും കൂടി. ഒന്നാമത്തെ ഗോൾ അയറൺ ആർമർ ഉണ്ടാക്കുക, രണ്ടാമത്തെ ഗോൾ വില്ലേജ് കണ്ടുപിടിക്കുക, അത് രണ്ടും കഴിഞ്ഞ് മൂന്നാമത്തെ ഗോള് ഒരു വീടുണ്ടാക്കുക. ചെറുതിട്ടോ അപ്പം പിന്നെ കുറച്ചും കൂടി അതിൻ്റെ വലുതാക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കാം. സ്റ്റിക്സ് ഉണ്ടാക്കട്ടെ. ഞാനിപ്പോൾ എന്തിനാ വെറുതെ സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കുന്നത്? അല്ലെങ്കിൽ ഒറ്റ ഒന്ന് ഇതുണ്ടാക്കുക, പിന്നെ ഒരു ഹെൽമെറ്റും ഉണ്ടാക്കുക. ഇത്രേ പണികൾ. ഇതൊന്നും പൊട്ടിക്കുന്നുണ്ട്, അരിത മാത്രം പൊട്ടിക്കും. ഇനി നമുക്കൊരു എക്സും കൂടി ഉണ്ടാക്കാമല്ലോ. എക്സ് ശവള കടക്കട്ടെ ഒക്കെ പിന്നെ ഉണ്ടാക്കാം. ഇത് ഒളിക്കാം. നമുക്കിപ്പോൾ തൽക്കാലത്തെ നമ്മളെ വീട് ഈ കൊട്ടാരാക്കാം. നമ്മളെ വീട് അതിനൊരു ബെഡ് വേണ്ടേ? അവിടെ ബെഡ് വേണം. ബെഡ് ഉണ്ടാക്കാൻ ഷീപ്പിനൊക്കെ ഒന്ന് കാട്ടി വൂള് കളക്ട് ചെയ്യാൻ എന്തെല്ലാം പോകില്ല. അതുകൊണ്ട് നല്ലൊരു വെളുത്ത ബെഡ് കിട്ടാൻ കൊടുക്കുന്ന അതിന് നമുക്ക് കൊട്ടാരത്ത് പറ്റില്ല. നമ്മളാണ് ഈ വില്ലേജിൻ്റെ രാജാവ്. രാജാവ് എന്നൊരു ഫീല്. ഇവിടെ ഒരു ബ്രൂയിങ് സ്റ്റാൻഡ് ഉണ്ട്. ഈ പോലെ ഒരു ബ്രൂയിങ് സ്റ്റാൻഡ് ഉണ്ട്, കണ്ടോ? ബ്രൂയിങ് സ്റ്റാൻഡ് ഇപ്പോൾ 2 ബ്രൂയിങ് സ്റ്റാൻഡ്. നെതറിൽ പോയി ഫെയർ ഉണ്ടാക്കണമില്ല ബ്ലേസറോട്. പക്ഷെ അതിൽ പോഷൻ ഉണ്ടാക്കണമെങ്കിൽ ബ്ലേസിൻ്റെ എന്തായാലും ഇത് വേണം. അതന്നെ അത് വേണം. അതന്നെ വേണം. എന്തായാലും അത് വേണം. എന്തായാലും പോട്ടെ. രാത്രി പോയി ആവാണ്ട് ഉറങ്ങാൻ നോക്കുകയാണ്. താഴത്തേക്ക് ഇറങ്ങാൻ. ഇനി ഞാൻ താഴത്തേക്ക് വന്നെന്താ വെച്ചാൽ ക്രാഫ്റ്റിംഗ് ടേബിൾ പോയിട്ട് ഒരു ചെസ്റ്റ് ഉണ്ടാക്കണം. ചെസ്റ്റ് ഉണ്ടാക്കാൻ എന്തൊരു കഷ്ടപ്പാട് എന്ന് പറയൂല. എന്നാലും ഇങ്ങോട്ട് വേണം. ചെസ്റ്റ് നമുക്ക് ഇവിടെ വെക്കാം. നമ്മൾ ഓപ്സീഡിയനും ഇതൊക്കെ വെക്കാം. സ്റ്റിക്സ് കൊടുക്കട്ടെ. വാല്യുബിൾ സാധനങ്ങൾ വെച്ചാൽ മതി. ബാക്കിയൊക്കെ കൊടുക്കട്ടെ. സെറ്റ് ചെയ്ത് താഴത്തേക്ക് ചാടണ്ട. ഹെൽത്ത് വെറുതെ പോക്കണ്ട. തിന്നാനുമില്ല കുടിക്കാനുമില്ല പറഞ്ഞ പോലെ. മെല്ലെ ഇറങ്ങും. തിന്നാൻ നമ്മൾ ഒപ്പിക്കാൻ കണ്ടോ? വാള് കണ്ടോ? അയറൻ്റെ ഒരു ഇട്ടും ചാവാൻ ചെറുത്. ഷീപ്പൊക്കെ ഇട്ടും ചാവും. കോഴിയൊക്കെ പിന്നെ ഈനോട് വേണം ചാവും. കണ്ടോ? ക്രിറ്റ് പോലെ പ്ലസ് പട്ടിയായി. രാത്രി ആവാനായോ? എന്നാലും സെറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് കുറച്ച് ഫുഡ് കളക്ട് ചെയ്യും. എന്നിട്ട് ഫർണസ് ഉണ്ടാക്കി അതിൽ കുക്ക് ചെയ്യാൻ വെക്കുക. എന്നിട്ട് ഉറങ്ങും. നമ്മളെ കുക്കായില്ലെങ്കിൽ നമുക്ക് കാത്തിക്കാലോ. വേറെന്തോ പ്രശ്നമുണ്ടോ? കാത്തുക ചെയ്യാലോ. എന്താ ലാഭൂടോ? ഞാൻ നെതറിൽ പോകാൻ ഒപ്പം തന്നെ വേണേ വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കി നെതറിൽ അങ്ങ് പോവാം. വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കി നെതറിലേക്ക് അങ്ങ് നേരെ സ്പീഡ് റണ്ണർമാരൊക്കെ ചെയ്യുന്നതായിട്ട് അത് ചെയ്തും കാട്ടിപ്പോൾ. പക്ഷെ അതും ചെയ്യാനും ചേർന്നോടാ. ചെറുത് നമ്മൾ കൊല്ലാണ്. ചെറുതെ ഒന്നും കിട്ടിയില്ല. ചെറിയ ഷേപ്പ് വലുതായിട്ട് അമ്മ അതിനെ നമുക്ക് അതിൻ്റെ ഫുഡ് എടുത്ത് തിന്നാം. അങ്ങനെ വേണ്ടി സെറ്റല്ലേ. ഇനി പാർട്ട്നേഴ്സ് ഉണ്ടാക്കാനുള്ള ഇത് വേണ്ടേ? എന്താ പറയുക? കോബിൾ സ്റ്റോൺ. അത് തന്നെ സാധനം വേണ്ടേ? അത് വിൽക്കാൻ പോട്ടെ. നമ്മളൊക്കെ രാത്രിയാവും. രാത്രിയായി നമ്മളൊക്കെ സോബിയൊക്കെ സ്പോണാവും. ഞാൻ പോയി വില്ലേജറൊക്കെ നമുക്ക് ട്രേഡ് ചെയ്ത് ഡയമണ്ടിൻ്റെ ആർമറൊക്കെ ഉണ്ടാക്കണ്ടേ? ഞാൻ പോയി ഡയമണ്ട് മൈൻ ചെയ്യാൻ നോക്കണ്ടാവും. ഇപ്പോൾ ഞാൻ വില്ലേജേഴ്സിനോട് ട്രേഡ് ചെയ്യാൻ നോക്കും. പിന്നെ നമ്മൾ എപ്പിസോഡ് 1 വീടുണ്ടാക്കണ എപ്പിസോഡ് 2 നമുക്ക് ഉണ്ടാക്കണം.
അതെല്ലാം നടക്കില്ല. XP ഫാം ഒക്കെ ഉണ്ടാക്കണം. ബാക്കി സർവൈവൽ ഡോജി സർവൈവൽ ആക്കണ്ടേ. നിന്റെ ഹങ്കർ ബാർ തൊട്ടില്ലല്ലോ. വേഗം പോയുള്ളൂ കേട്ടെ. ഈ പാടില്ല ജമ്മോനെ ഭയങ്കര സ്ലാങ്. ഞാൻ കോണി പൊട്ടിച്ചു. എന്താ ചെയ്യാം, ഇങ്ങോട്ട് പോട്ടെ. ക്രാഫ്റ്റിംഗ് ടേബിൾ താഴത്തെ നമ്മൾ വേറെ ഉണ്ടാക്കാം. അല്ലാണ്ട് ഇപ്പോൾ ഫർണസ് ഉണ്ടാക്കാനുള്ളതൊക്കെ ഉണ്ടെങ്കിൽ വരാത്ത ഇതാ വന്നിക്കാം. 2 ഫർണസ് ഉണ്ടാക്കാം. ഏടെ വെക്കാം, ഇവിടെ വെക്കാം. ഇത് ഇവിടെ വെക്കാം. ഇത് സ്റ്റിക്കിടാം. ഇതിലാണ് പോപ്പ് നമുക്ക് കേടൊന്ന് അടുക്കാം. കുറച്ചായിക്കോട്ടെ പറഞ്ഞോ. നല്ല ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ചുമ്മാ പറഞ്ഞാൽ ഇടയ്ക്ക് ഈ ബുൾസൊക്കെ ഇവിടെ വെച്ചാൽ വേണ്ടിയൊക്കെ കത്തിച്ചാൽ ഇതായോ എത്രയും പെട്ടെന്ന് നമ്മൾ ഇത് വെക്കാലോ. ഇത് 4 ഉണ്ടായിക്കൊണ്ടാവാത്ത നമുക്കില്ലേ നമ്മിനെ ഇടുന്ന ഒരു കുറച്ച് ഇതായിണ്ടാവും. ആ ഈ ഫ്യൂള് കയറണം. ചായ ഉണ്ടാവും. ഫ്യൂളായിട്ടാണ് സാപ്പിങ് യൂസ് ചെയ്യാൻ പറ്റും. പറഞ്ഞൂടാ തീർന്നല്ലോ. അത് മതിയാവും. നമ്മളെ ഫുഡ് തയ്യാറായി. ഇനി നമുക്ക് മൈനിങ്ങിന് പോകണ്ടാലോ. അയറൻ്റെ ആർമർ ഫുള്ളായില്ലേ. എന്നാ പിന്നെ വാ, വേഗം വാ. അല്ല അപ്പം തന്നെ 12 മിനിറ്റിന് വീഡിയോ ആയി. ഇനി വീടുണ്ടാക്കണ്ടേ. വീടുണ്ടാക്കലോ. ഈ എപ്പിസോഡിൽ നടക്കുമോ? സമയമായല്ലോ. നടക്കുമോ? ലോങ് വീഡിയോ ആണെങ്കിൽ നിങ്ങൾ കാണുകയില്ല. അതൊക്കെ തന്നെ ഒരു പ്രശ്നം തന്നെ. ലോങ് വീഡിയോ ആയിരുന്നത് കാണൂല. ലോങ് അല്ല കാണില്ല. ഇവിടെ ലോങ് വീഡിയോ ഉണ്ടാക്കാം. അത് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ഇവിടെ എന്താ ഉള്ളത്? കേവ അനുവിനെ കേവല വീന കോള് കിട്ടി. കോളൊന്നും അതിനിപ്പോൾ സമയമല്ല. അയറനല്ലേ ഒരിക്കലും അയറനല്ലായിരുന്നു. അടുക്ക് അപ്പം വരാം. ആ കോൾ എടുത്താലും കാണും. ഉണ്ടാക്കണ്ടേ? എനിക്ക് കോള് കാണാം. കോള് 2 വർഷങ്ങളായിട്ട് ലോജിക്കല്ല. കോള കോള് കിട്ടി. സ്റ്റിക്സ് ഇല്ല. എന്തിന് പറ്റും? സ്റ്റിക്സും ഇല്ല, ഒന്നുമില്ല. വനപ്പോൾ നേരെ മുന്നോട്ട്. ഈ കേവ് ശരിയില്ല. ഞാൻ അറിയണ്ട ആരൻ്റെ ഉണ്ടാക്കിയിട്ട് ഈ വീഡിയോ തീർക്കാട്ടോ. ഞാൻ 14 മിനിറ്റ് ആയില്ലേ. ഓവർ ടൈം ആയ പിന്നെ ആരും കാണൂല. ഇതൊക്കെ ഇക്കൊണ്ടാണ് ലോങ് വീഡിയോ ആക്കാത്തത്. എവിടെ ഒരു കേവില്ല പറഞ്ഞാൽ ട്രിപ്പ് മൈനിങ് ചെയ്യാനൊക്കെ ഉണ്ടാവില്ല. പിക്കാക്സൊക്കെ പൊട്ടിത്തെറിക്കും. വേറെ അയറൊന്നുമില്ല. സ്റ്റോൺ പിക്കാക്സിന് അടുക്കൂല. മെല്ലെ ഒട്ടുക കൊണ്ട് വേഗം വാ. ഇവിടെ എവിടെയും കേവില്ല. അണ്ടർ വാട്ടർ നോക്കണോ? വേണ്ട. പിന്നെ എന്താക്കണോ? ഇവിടെ എന്തോ ഒരു സാധനമുണ്ട്, കുയ്യു പോലത്തെ. പോയോക്കല്ലേ. ഇതെന്തേത്താത്? പാർക്കോർ എന്താ പണിയാണ്? രണ്ട് ആർമ ഉണ്ടാക്കല ഗോള്. രണ്ട് ലെഗിങ്സും പാൻറ്റും ഹെൽമെറ്റും ആയി. ഇതിനൊരു ചെസ്റ്റ് പ്ലേറ്റിന് വേണ്ടിയാണ് എത്ര ഉണ്ടെന്ന്. കുറച്ചും കൂടി ഉണ്ട്. ഇവിടെ ഗ്രാസ പുതിയ ആക്കിയിട്ട് വന്നു. ഷീപ്പിനെ കണ്ട നല്ല വെള്ളം.
ഫുഡ് പൈമെന്ന് കളക്ട് ചെയ്യണം, അല്ലെങ്കിൽ പ്രശ്നം തന്നെ. ഗായ്സ് നമുക്കൊറ്റ കേവും കിട്ടുന്നില്ലല്ലോ. ചലഞ്ച് പറഞ്ഞ ഫസ്റ്റ് വീഡിയോ തുടങ്ങുമ്പോൾ 2 ഗോള്, ഐലൻഡ് ആർമർ ഫുള്ള് ഐലൻഡ് ആർമറും പിന്നെന്തായാലും വില്ലേജ് കണ്ടിരിക്കല്ലേ. വില്ലേജ് കണ്ടുപിടിച്ച് എൻ്റെ പകുതി ആർമറും കുറച്ച് അയരം കിട്ടാൻ നടക്കാൻ. എവിടെയും കേവൊന്നുമില്ല. കേവില്ല, ഒന്നുമില്ല. കേവില്ലട്ടാ. സിപ്രാക്കാൻ തോന്നുന്നത് പോയോട്ടെ. ചിലപ്പോൾ ഡയമണ്ട് ഇട്ടു, ചില ടയറാണ് മൈനിങ് എടുത്തില്ലെന്നോ. അല്ല നീന്തി കളിക്കാൻ. ഗൈസ് അയറൻ ഡാമറിൻ്റെ ഗോൾ സോറി ഗൈസ്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പാർട്ട് 2 ഒക്കെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളി. ഈ ചാനലിലാണ് പാർട്ട് 2 ഒക്കെ വരിക. പാർട്ട് 2 2 നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരും. എന്താ വെച്ചാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും, എനിക്കൊന്ന് നോട്ടിഫിക്കേഷൻ വരും. കൊണ്ട് വേഗം സബ്സ്ക്രൈബ് ചെയ്തോളി, എന്നാലേ പാർട്ട് 2 കാണാനാവും. അല്ലെങ്കിലും കാണാൻ സെർച്ച് ചെയ്യണമെന്നേ ഉള്ളൂ. പിന്നെ 75 സബ്സ്ക്രൈബേഴ്സ് അല്ലേ ഉള്ളൂ, അതിനെക്കൊണ്ട് അങ്ങനെ സെർച്ച് ചെയ്താൽ കിട്ടുമൊന്നുമില്ല. സെർച്ച് ചെയ്താണ്ട് എന്നാലും DMZ_Rahman എന്നാ പേര് ചാനൽ. സെർച്ച് ചെയ്താൽ കിട്ടുമൊന്നുമില്ല, എനിക്കൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞത്. മനസ്സിലായോ? വെറുതെ നടക്കല്ലേ ഞാൻ പിന്നെ വില്ലേജിൽ പോയി ഇങ്ങോട്ട് വീഡിയോ നിർത്തട്ടെ. ആണോ നിങ്ങൾ പിന്നെ കമൻറ്റ് സെക്ഷനിൽ എന്തൊക്കെ പറയൂ. ഐലൻഡ് ആർമർ പോലും ഉണ്ടാക്കാനാവില്ല എന്നൊക്കെ പറയൂലേ. എനിക്കൊണ്ട് ഉണ്ടാക്കിയിട്ടേ പോകുന്നു. ഏടാ ഒരു ആണെന്താ പംകിൻസ് വേറെ വില്ലേജ് ഉണ്ടെങ്കിലോ. പിന്നെ എനിക്ക് ബ്ലാക്ക് സ്മിത്തും കുറച്ച് അയറ കിട്ടി. അയറൻ ഡയമണ്ട് ഉണ്ടാക്കിയ കൈന് ഇപ്പം എന്താ സ്പീഡ് റൺ കളിക്കേ. ഇതെനിക്ക് തോന്നുന്നു ഈ വില്ലേജിൻ്റെ തന്നെ പംകിൻസാണ്. ഞാൻ ഇവിടെ എവിടെയും കാണില്ല. കേവ്സും തിരിച്ച് വില്ലേജിലേക്ക് തന്നെ പോകാം. സ്ട്രിപ്പ് മൈനിങ് ചെയ്യാം, അതാണ് നൽകും. ഇപ്പോൾ ഗായ്സ് നമ്മൾ നടന്നു പോവാണ്. അതല്ല ഞാൻ ആടെ പ്ലാൻ ചെയ്ത സുഖർക്ക് എന്തായാലും ഗ്രോ ആയില്ല. എന്താ രാത്രി ഡേറ്റ് ആവാൻ ഞാൻ കളിക്കാണെന്ന് നയിക്കില്ല. നിങ്ങൾ ആലോചിക്കുന്നത് ഈ അയം കോളം കൊടുത്താലോ 5 അയാണ്. എൻ്റെ 3 ഉണ്ട്. 5 3 8 4 3 4 8 കേട്ടോ. അയം കോളം കൊടുക്കാന്നാലോ. പിന്നെ കഴിഞ്ഞ കത്താ പിന്നെ എനിക്ക് മൈനിങ്ങിന് കൊണ്ട് അടുത്ത എപ്പിസോഡിൽ ഉൾപ്പെടാൻ മൈനിങ് ചെയ്യും. എൻ്റെ മോനെ ചത്തു. ഇപ്പോൾ നമുക്ക് നമ്മളെ പോലെ ഉള്ളിലൊക്കെ ഓർമ്മിക്കണം. ഈ അയറൻ ഗോളമാണ് ഫസ്റ്റ് എപ്പിസോഡ് തന്നെ നമ്മളെ അയറൻ ആർമറിൻ്റെ ഗോൾ കംപ്ലീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത് 5 അയറൻ തന്നെ
ഗോളമുള്ള നമുക്ക് അതിൻ്റെ ഇത് ഇവിടെ നോക്കങ്ങനെ ഇവിടെ പുല്ലിടിക്കാം. ആ ഗോളമിൻ്റെ പൂസ് അതൊക്കെ ഓക്കെ. അപ്പം അയണിന് മുകളിലുള്ള ബാക്കി. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. എത്ര അയൺ? 2 ഉള്ളതിന് ഒരയണ് വേണ്ടിയാണ് ഇപ്പോൾ കളിക്കുന്നത്. ഒരയണ് കിടന്ന് കിട്ടും. ഒരയണ് എന്ത് വിധി ഇത്. ഒരു അയണ് വേണ്ടിയാണ് കളിക്കുന്നത്. ഒരു അയണും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് എക്സ്പ്ലൈറ്റ് ഉണ്ടാക്കണം. വിശ്വാസമില്ല നോക്കിക്കോ. അതുകൊണ്ട് ഒറ്റ അയണ് അതിന് വേണ്ടി കളിക്കുന്നത്. അതിക്കൊണ്ട് ഞാൻ വേഗം ഉറങ്ങട്ടെ. ഉറങ്ങിയിട്ട് രാവിലെ ആട്ടോ പോയി നോക്കട്ടെ. എന്നാൽ കിട്ടിയായിരിക്കും. ഒരയണല്ലേ വേണ്ടിയുള്ളൂ. അയർന്നെങ്കിൽ കിട്ടും. ഒരയണല്ലേ കിട്ടിയില്ലെങ്കിൽ ഈ വീഡിയോ പോവും. 1 മണിക്കൂറിന് എന്തോ ഒരു സ്പോണാക്കി കിട്ടി. വില്ലേജ് ഉണ്ട് നല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഒരു കേവില്ല അല്ലേ. ഉണ്ടാകുന്നായിരുന്നു. ഇവിടെ കേവ് ഉണ്ട്. നമ്മളിപ്പം നോക്കാം. അല്ല അവൻ്റെ അടിയിലുണ്ടാവുമോ അയറന്? അവിടെ അതിലല്ലേ നമ്മൾ ആദ്യം പോയേ. അതിലുണ്ടാവില്ല അല്ലേ. ആ ഉറങ്ങട്ടെ. ഗുഡ് നൈറ്റ്. സ്ലീപ്പിംഗ് ത്രൂ ദ നൈറ്റ്. ഇതല്ലേ നമ്മൾ പോയ കേവ്. നോക്കാം. ഇത് വേറെ കേവാ? കേവും അല്ല, ഒരു ഇതും അല്ല. ഓരോന്ന് വെറുതെ കുയ്യ പോലത്തെ സാധനം മനുഷ്യനെ പറ്റിക്കാൻ. ഇതെന്തല്ല പോയി ചാടിയല്ലോ. ചാടി നമ്മൾ പോയി ഗൈസ്. ഗൈസ് അത് ആരും കണ്ടില്ലല്ലോ. ഇല്ലല്ലോ ആരും കണ്ടില്ലല്ലോ. ആരും കണ്ടില്ല ഗൈസ്. അതൊന്നും ആരും കണ്ടില്ല. നമ്മളിപ്പോൾ ചത്തിട്ടൊന്നുമില്ല. നമ്മൾ ചെസ്റ്റിലാണ് എല്ലാ സാധനവും വെച്ചത്. ചെസ്റ്റിലെല്ലാ സാധനവും വെച്ചുകൊണ്ട് നമ്മൾ ലാവിലെ സ്വിം ചെയ്യാൻ പോയാലേ. ലാവിലെ ഒന്ന് സ്വിം ചെയ്യാൻ പോയി. അപ്പം നമ്മൾ അങ്ങ് ചത്തുപോയി. അപ്പോൾ ഗൈസ് ഇപ്പോൾ വേറെ വയ്യൊന്നുമില്ലല്ലോ. ഈ വീഡിയോ നമ്മൾ ഇവിടെ ഉണ്ട്. നമ്മളൂടെ ലാവാപ്പൂലിനകത്തേക്ക് എന്തിനു പോയാനും ഗൈസ്. ഞാൻ അയറൻ കിട്ടും വെച്ച് പോയാനും. ഉള്ള അയറനും പിക്കാക്സും ആർമറും പോയില്ലേ. ഇപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇവിടെ എൻ്റെ ചെയ്യുകയാണ്. അപ്പോൾ ഇനി വീട്ടാ വീഡിയോ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ ഗുഡ് ബൈ. നിങ്ങൾക്ക് ഇനിയും ഇങ്ങനത്തെ വീഡിയോ ആണ് എന്താ വേണ്ടി? സബ്സ്ക്രൈബ്. ഗുഡ് ബൈ.